ഞാൻ ചുമച്ച് പിന്മാറിയതായിരുന്നു. യൂണിഫോം സിവിൽ കോഡ് കരട് വരുന്നതിന് മുമ്പ് എസൻസ് ഗ്ലോബൽ ഇങ്ങനെ കിടന്ന പ്രചരണം നടത്തുന്നതിനും അതിന് അനുകൂലമായി നിലപാടെടുക്കുന്നത് ശരിയാണോ? ഈ എസൻസ് ഗ്ലോബൽ അതിന്റെ കരട് വന്നിട്ട് അതിന്റെ കാര്യങ്ങൾ വിലയിരുത്തിയുള്ള അഭിപ്രായം പറയുന്ന ഘട്ടത്തിലല്ല ഈ പറയുന്നത്. കഴിഞ്ഞ 75 വർഷമായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഒരു ഭരണപക്ഷം അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് തയ്യാറാകുമ്പോൾ അതിനെ സ്വാഗതം ചെയ്യുകയും അതിനകത്ത് ദേശീയ ലോ കമ്മീഷൻ അഭിപ്രായങ്ങൾ ചോദിച്ചിരിക്കുന്നു, അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തണം, നമ്മൾ ചർച്ച ചെയ്യണം എന്ന് പറയുകയും അതിനെ സർവാത്മാന അതിന്റെ ഇൻട്രഡക്ഷനെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഉള്ളടക്കം പരിശോധിച്ചില്ല, ഉള്ളടക്കം പരിശോധിക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അതിനകത്ത് ഒരു പ്രശ്നമില്ല. അതേസമയം അതിങ്ങോട്ട് വരുന്നതിന് മുന്നേ, വായിക്കുന്നതിന് മുമ്പ്, അറിയുന്നതിന് മുമ്പ് അതിനെ എതിർക്കുക, ഈ അസ്യൂം ചെയ്തിട്ട് അതിനെ ഒപ്പോസ് ചെയ്യുക എന്ന് പറയുന്നതാണ് ശരിക്കും അവിടെ പിന്നൊന്നുമില്ലല്ലോ, അത് വരുന്നുമില്ല. അതൊരു അബോർഷനാണ്. അബോർഷനല്ല നമ്മളവിടെ ഉദ്ദേശിക്കുന്നത്. വരട്ടെ, എന്തായാലും വരട്ടെ. കാര്യം ഇത് ഭരണഘടന പറയുന്നതാണ്. ഭരണഘടന എഴുന്നേറ്റ് നിന്ന് നടത്തുന്ന ഒരു നിലവിളിയാണ് യഥാർത്ഥത്തിൽ UCC. ഭരണഘടന പാടുന്ന ഒരു പാട്ടാണ് അത്. ഈ നിർദ്ദേശക തത്വത്തിലെ 44 ആർട്ടിക്കിളിൽ മാത്രമല്ല, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14, 15 ഇതിനകത്ത് ഏത് ആർട്ടിക്കിളിലാണ് ഇതില്ലാത്തത്? ഭരണഘടനയുടെ മൊത്തത്തിലുള്ള ഒരു പൊതുഭാവമാണ് ഈ പൊതു നിയമം എന്ന് പറയുന്നത്.